ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവ്വം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വടകരയിൽ നിന്ന് കേട്ട കാഫിർ എന്ന വാക്കാണ്. ആര് മറന്നാലും, ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും, അത് ചെയ്തവനെ അടപടലം പിടികൂടുന്നത് വരെ, അത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിനകത്ത് പാർക്കുന്ന പൊന്നുമോനാണെങ്കിലും അവനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഈ രംഗത്ത് മറക്കാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഉണ്ടാകുമെന്ന് കൂടെ ഈ സമരമുഖത്ത് വെച്ച് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ വകുപ്പിലും കൈയിടാൻ അർഹതപ്പെട്ട രാജാവിന്റെ മകനല്ലേ ഈ ടൂറിസം ഭരിക്കുന്നത്? പിന്നെ സ്വാഭാവികമായി അവർ വന്ന് ചോദിക്കില്ല. അവരെ ചോദ്യം ഇതാണ്: ഈ രാജകൊട്ടാരത്തിൽ വേറെ ആരാണ് കക്കുന്നത് എന്നാണ്. കക്കാനുള്ള സർവ്വാധികാരവും രാജാവിനും മകനും മകൾക്കൊക്കെയാണ്, മരുമോനൊക്കെയാണ്. അത് വേറെ ടൂറിസം വകുപ്പ് വന്ന് കക്കാൻ പാടില്ല എന്നാണ്, മദ്യ വകുപ്പ് വന്ന് കക്കാൻ പാടില്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ ആജ്ഞ. അത്രയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമായിട്ട് ഉള്ളൂ. ആരാണ് വേറെ വന്നതെന്നാണ്. എന്നിട്ട് രസമുള്ളൊരു കാര്യം അതല്ല, ക്രൈംബ്രാഞ്ച് പറഞ്ഞതാണ് വലിയ രസം. ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ഇതിനൊന്നും തെളിവില്ല എന്നാണ്. സത്യത്തിൽ ക്രൈംബ്രാഞ്ചിന് വെളിവില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല കാര്യമായിട്ട് വരിക. കേരളത്തിലെ പോലീസിന്, ഇവിടുത്തെ പോലീസിന്, ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന്, ഇവിടുത്തെ എക്സൈസിന്, ഇവിടുത്തെ വിജിലൻസിന്, അവർക്കൊക്കെ ആർക്കാണ് വെളിവുള്ളത്? മുഖ്യമന്ത്രി പറയുന്നതും അല്ലെങ്കിൽ അവര് പറയുന്നതും അല്ലാതെ ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക. രാജ്യത്ത് മുഴുവൻ വ്യാപകമായ ഓർത്തോക്കു നിങ്ങള്, ഒരു ഗുണ്ടയുടെ സ്വീകരണം ഒരു ഡിവൈഎസ്പി പറ്റി എന്നത് വലിയ വാർത്തയായി. സത്യത്തിൽ ഞാൻ ആ ഡിവൈഎസ്പിയെ കുറ്റം പറയുന്നില്ല. ഒരു ഗുണ്ട ഫാമിലിക്ക്, ഒരു അധോലോക ഫാമിലിക്ക്, ഒരു അഴിമതി ഫാമിലിക്ക് പാർക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന, ക്ലിഫ് ഹൗസ് തന്നെ വാങ്ങിക്കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഡിവൈഎഫ്ഐ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പോയാൽ അതിലെന്താണ് ഇത്ര അതിശയപ്പെടാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നു: ഇത് മലബാറിന്റെ പ്രശ്നമായി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ, ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമായി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ, ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആധിക്യത്തിനിടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പോയ മദ്യനയത്തിന്റെ, ഗുണ്ട മാഫിയയുടെ ഇങ്ങനെയൊക്കെയുള്ള ആധിക്യത്തിനിടയിൽ, ഞാൻ കോഴിക്കോടായതുകൊണ്ട് പറയാൻ, മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവ്വം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വടകരയിൽ നിന്ന് കേട്ട കാഫിർ എന്ന വാക്കാണ്. ആര് മറന്നാലും, ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും, അത് ചെയ്തവനെ അടപടലം പിടികൂടുന്നത് വരെ, അത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിനകത്ത് പാർക്കുന്ന പൊന്നുമോനാണെങ്കിലും അവനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഈ രംഗത്ത് മറക്കാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഉണ്ടാകുമെന്ന് കൂടെ ഈ സമരമുഖത്ത് വെച്ച് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ മനുഷ്യരുടെ പ്രശ്നത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ കൂട്ടായ്മയെ, രാഷ്ട്രീയ കൂട്ടായ്മയെ ആവശ്യപ്പെട്ടുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.